ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ഒനിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീമോ ചോക്ലേറ്റോ ഒന്നും ഇല്ലാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പൊടികളൊക്കെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് മൈദ ആഡ് ചെയ്തു. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കൊക്കോ പൗഡർ ആഡ് ചെയ്യാണ്. 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ഇതിന് എടുത്തേക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ്. പിന്നെ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കത് വേറൊരു ബൗളിലേക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊടികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തു. ഒരു ഫോർക്ക് വെച്ച് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉള്ളവർക്ക് അത് യൂസ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫോർക്ക് ഉപയോഗിച്ചാകുമ്പോൾ കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ബീറ്റർ ആകുമ്പോൾ വേഗം അത് റെഡിയായിട്ട് കിട്ടും. അപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഷുഗർ കാരമൽ ചേർക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ പൊടിച്ച 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഷുഗർ കാരമലാണ്. അപ്പോൾ ഷുഗർ എങ്ങനെ കാരമൽ ചെയ്യുന്നതെന്ന് നമ്മുടെ ഡേറ്റ്സ് പ്ലസ് ക്യാരറ്റ് കേക്കിൽ നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഒന്നുകൂടി കാണിക്കാത്തത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷുഗർ കാരമൽ ചെയ്യുന്ന പാർട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ആ വീഡിയോ കാണുക. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മുകളിൽ ഐക്കാർഡിൽ അതിൻ്റെ ലിങ്ക് നമുക്ക് കാണാവുന്നതാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്യാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 1/2 ഗ്ലാസ് ഓയിലാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിന് പകരം ബട്ടർ ആഡ് ചെയ്യണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാം. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ബട്ടർ ആഡ് ചെയ്യുമ്പോൾ. ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് പൊടിയാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പകുതി ആദ്യം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുമാതിരി മിക്സായി കഴിയുമ്പോൾ ബാക്കി പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഒരു 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഈ മിക്സ്ഡ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ ഇപ്പോൾ ഓൾറെഡി 2 കേക്കിൽ കാണിച്ചു. ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ചു. കുക്കർ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. നമ്മുടെ കേക്ക് കുക്കാവാനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് 1/2 മണിക്കൂർ ടൈമാണ്. അതൊരു പകുതി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം.
അത് നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തു. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ കേക്കിൻ്റെ നടുഭാഗത്ത് നന്നായിട്ട് എല്ലാ സൈഡിലും ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മെത്തേഡ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ലാവ പുഡിങ്ങിൽ. അപ്പോൾ ചോക്ലേറ്റ് ലാവ പുഡിങ് നമ്മുടെ വീഡിയോ കാണാത്തവരെല്ലാവരും കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നടുക്ക് ഭാഗത്ത് ഫില്ല് ചെയ്തതിന് ശേഷം മേൽവശത്തും കൂടെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സ് പൊടിച്ചതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. നമ്മുടെ കേക്ക് കട്ട് ചെയ്തതാണ് നിങ്ങൾ കാണുന്നത്. നല്ല സ്മൂത്താണ്. നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ അതേ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസൊക്കെ നമ്മളെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.